ലൈംഗിക പീഡന കേസിൽ റിമാൻഡിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാകും വിധി പറയുക. പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരം അടച്ചിട്ട മുറിയിൽ കഴിഞ്ഞ ദിവസം കേസിന്റെ വാദം നടന്നിരുന്നു. IT നിയമപ്രകാരം വീഡിയോ കോൺഫറൻസിംഗ് മുഖേന രേഖപ്പെടുത്തിയ യുവതിയുടെ മൊഴി SIT കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതേസമയം നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് രാഹുലിന്റെ അറസ്റ്റ് എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. BV അരുൺ ചേരുകയാണ്. അരുണ്, കഴിഞ്ഞ ഇതിനു മുൻപുള്ള രണ്ട് കേസുകളിൽ മുൻകൂർ ജാമ്യം നേടിയ മുൻകൂർ ജാമ്യത്തിന്റെ ആനുകൂല്യം പറ്റിയ ആളാണ് രാഹുൽ. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ കുറച്ചുകൂടി കുരുക്കുണ്ട്. കാരണം പ്രോസിക്യൂഷന്റെ വാദം അത്രത്തോളം സ്ട്രോങ് ആണ്. ചില ശക്തമായ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. അതിനെ അതിജീവിക്കാനുള്ള നീക്കം സ്വാഭാവികമായും പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജാമ്യം പ്രതീക്ഷിക്കുന്നുണ്ടോ അവർ? പ്രതിഭാഗം സ്വാഭാവികമായും ജാമ്യം പ്രതീക്ഷിക്കുന്നു. പക്ഷേ പ്രോസിക്യൂഷൻ ജാമ്യം ലഭിക്കില്ല എന്ന ഉറച്ച വിശ്വാസം തന്നെയാണ്. കാരണം രാഹുൽ ജയിലിലായ ശേഷവും ഇരകൾക്കെതിരെ രാഹുലുമായി അടുത്തു നിൽക്കുന്നവർ, രാഹുലിന്റെ അനുയായികളൊക്കെ വലിയ അധിക്ഷേപം നടത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഫെലിനാന്റെ ആരോപണങ്ങളടക്കം ആ രീതിയിലാണ് പ്രോസിക്യൂഷൻ കാണുന്നത്. ഫെലിനാൻ ഇന്നലെ വീണ്ടും ഫേസ്ബുക്കിലൂടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ പുറത്തിറങ്ങിയാൽ വീണ്ടും ഇരകൾക്ക് ഭീഷണി ഉണ്ടാകും, ഇരകളെ ഭീഷണിപ്പെടുത്താം, തെളിവുകൾ നശിപ്പിക്കുക. ഇപ്പോഴും പ്രധാനപ്പെട്ട തെളിവുകൾ ഫോണും ലാപ്ടോപ്പും ഒന്നും അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് അതൊക്കെ വീണ്ടെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് രാഹുലിന് ജാമ്യം നൽകരുത് തന്നെയാകും പ്രോസിക്യൂഷൻ ശക്തമായി ആവശ്യപ്പെട്ടത്. വാദഘട്ടങ്ങളിൽ അത് തന്നെയാണ്. രാഹുലിന്റെ ഒരു സ്വാധീന ശക്തി, രാഹുലിന്റെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള പിൻബലം എല്ലാം ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ പുറത്തിറങ്ങിയാൽ ഇരകൾക്ക് ഭീഷണിയുണ്ട്, ഇരകളെ ഭീഷണിപ്പെടുത്തും, സ്വാഭാവികമായും തെളിവുകൾ ഇല്ലാതാക്കാൻ ശ്രമം ഉണ്ടാകും. അതുകൊണ്ട് രാഹുൽ കസ്റ്റഡി തന്നെ തുടരണം. പാലക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ രാഹുലിനെ തെളിവെടുക്കേണ്ടതുണ്ട്. അത് നടന്നിട്ടില്ല. അന്വേഷണത്തോട് ചോദ്യം ചെയ്യലിനോട് രാഹുൽ സഹകരിക്കുന്ന കാര്യങ്ങളും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ ജാമ്യം നിഷേധിക്കാൻ ശക്തമായ ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കും. വളരെ നിർണായകമാണ് രാഹുലിനും. കഴിഞ്ഞ ഞായറാഴ്ചയാണ് രാഹുൽ അറസ്റ്റിലാകുന്നത്, കസ്റ്റഡിയിലാകുന്നത്. അതിനുശേഷം ഏതാണ്ട് 6 ദിവസത്തോളം രാഹുൽ ജയിലിൽ തുടരുകയാണ്. ഇതിൽ 2 ദിവസം പോലീസ് കസ്റ്റഡിയിലും ഉണ്ടായിരുന്നു. ഏതായാലും രാഹുലിൽ നിന്ന് ഇനിയും വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയും പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയും ചെയ്യാനുള്ള നീക്കമാകും പ്രോസിക്യൂഷൻ നടത്തുക. ശരി, BV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്.